നീ അയാളോട് ചെന്ന് ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞേക്കരുത്. ഒടുവിൽ അയാൾ നിന്നെ പിടിച്ച് ഇതിനകത്തിടും. പിന്നെ ഒരു ആവശ്യത്തിന് ഒരാളുണ്ടാവില്ല. എന്നെ നിങ്ങളൊരു പമ്പര വിഡ്ഢിയായിട്ട് കാണല്ലേ. എനിക്കുണ്ടൊരു വ്യക്തിത്വം. ചുമ്മാതല്ല ഇവരെ കെണി വെച്ച് പിടികൂടുന്നത്. ഇവരുടെ ഒരു അഹങ്കാരം. സൂപ്പാണെങ്കിൽ മട്ടൺ സൂപ്പ് മതി. നാട്ടുകാരെ എടുത്തിട്ട് എന്നെ സൂപ്പാക്കും. പിന്നെ വെജിറ്റബിൾ സലാഡ് കൂടി വേണം. അതെ, റൂമിലേക്ക് തന്നെ. ശരി. ജേട്ടാ, ജേട്ടന് വേറെ വല്ലതും വേണമായിരുന്നോ? തൽക്കാലം എനിക്കൊന്നും വേണ്ട. പക്ഷേ പിറകെ വരേണ്ടി വരും ഒരു ആംബുലൻസ്. ആംബുലൻസോ? അതെന്തിന്? മന്ത്രി അംബിക വർമ്മയുടെ പി ആയതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടി എന്നെ എല്ലാം കൂടെ തല്ലി പിടിക്കും. അപ്പൊ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി ഒരു ആംബുലൻസ് വേണ്ടേ? ജേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ ഈ നെകളിപ്പും പത്രാസൊക്കെ പരിധി വിട്ടപ്പോഴേ ഞാൻ എന്റെ മനസ്സിൽ കരുതിയതാ പണി പാല് വെള്ളത്തിൽ കിട്ടുമെന്ന്. ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ ജേട്ടാ. കഞ്ഞിയും പയറും വാട്ടുകപ്പയും കണ്ണിമാങ്ങ അച്ചാറും കഴിച്ചു കിടക്കണ്ട നീ. ചിക്കൻ ഡിപ്പി ക്ലോസും മട്ടൻ കുപ്പി കിസും ഒക്കെ ഓർഡർ ചെയ്യപ്പോഴേ ദൈവം ഒരു പണി തന്നതാ. ദൈവം എന്ത് പണി തന്നുന്നാ? എന്റെ ബോസ് മിനിസ്റ്റർ അംബിക വർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ദൈവമേ, എവിടെ ഓടിയായ? അപ്പൊ ആയിസറ്റ പറയണല്ലേ? ജേട്ടാ, എന്തിനാ മിനിസ്റ്റർ അറസ്റ്റ് ചെയ്ത്? ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച വൻ അഴിമതി നടത്തിയെന്നാ ന്യൂസ്. പിന്നെ മന്ത്രി അംബികയുണ്ട്, അഴിമതിക്കുന്നതിൽ കുറവും വരില്ലല്ലോ. ആ സെക്രട്ടേറിയറ്റ് വിഴുങ്ങുന്നായിരുന്നു എന്റെ പേടി. ദൈവമേ, ജേട്ടന്റെ പണി പോവോ? പണിയൊക്കെ എപ്പോഴേ പോയി. പോലീസ് എന്നെ പൊക്കോന്ന എന്റെ പേടി. അതിന് മന്ത്രി കട്ടതിന് ജേട്ടനെ പിടിക്കുന്ന എന്തിനാ? എംബ്രാൻ കട്ട് ഭജിച്ചാൽ അമ്പലവാസിയും കട്ട് ഭജിക്കുമെന്നല്ലേ പ്രമാണം. ആ വകയില് എന്നെ പിടിച്ചകത്താക്കും. കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ ജേട്ടാ. ഒന്നും സംഭവിക്കില്ല. അവര് പുല്ല് പോലെ പുറത്തിറങ്ങും. സാർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡാ അവസാനം തന്നെ. അതും കഴിച്ചിട്ട് ചാട്ടവാറിന് അടിയും കൊണ്ട് മരക്കുരിശും ചുമന്ന് ആട്ടും തുപ്പും വാങ്ങി കുരിശുമേ കയറാം. കാര്യാണിത് എന്നോടുകൂടി പറഞ്ഞതാ. പക്ഷെ ഇത്രയും ചെയ്യുന്ന ഞാൻ കരുതിയില്ല. ഇത് ഇത്തിരി കൂടിപ്പോയി. അയാളോട് രണ്ട് ചോദിച്ചിട്ടെന്നെ കാര്യം. മോനെ ദീപക്കേ, അങ്കിൾ എന്ത് മര്യാദകേടായി കാണിച്ചത്? എന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ലെന്ന് പറഞ്ഞിട്ട്. നീ വെറുതെ ശോഭിക്കല്ലേ മോനെ ദീപക്കേ. ഞാൻ ഈ കളിക്കുന്ന കളികളെല്ലാം നിനക്ക് വേണ്ടിയാണ്. മോനെ, ഇത് പൊളിറ്റിക്സ് ആണ്. ഇതാണ് പൊളിറ്റിക്സ്. എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഒന്നുമില്ല മോനെ, നിനക്കെന്തെങ്കിലുമൊക്കെ ആവണം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ട. അംബിക കേറിയിരിക്കുന്ന മന്ത്രി കസേര നിനക്ക് വേണമെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് അകത്തേക്ക് ചെല്ല്. എന്നിട്ട് അമ്മയെ കണ്ടിട്ട് ഒന്ന് വിതുമ്പുകയോ കരയുകയോ ഒക്കെ ചെയ്യ്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. ആ ഒരു മട്ടില് നാടകം നന്നായി കളിച്ചിട്ട് വേഗം പുറത്തു വാ. അങ്കിളെ, അത് ചതിയല്ലേ? ചതിയ? ഇത്രയും കാലം ചെല്ലും ചെലവും തന്ന് നിന്നെ വളർത്തിയ നിന്റെ അമ്മാവനെ ബോംബ് വെച്ച് വീഴ്ത്തിയിട്ടാ അമ്മയെ കസേരയിൽ നീ കയറ്റിയത്. മോനെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് കാലുവാരലും കുതികാൽ വെട്ടലും ഒക്കെയാണ്. സ്വന്തം അമ്മയുടെ കുതികാലും വെട്ടണം. ദാറ്റ് ഈസ് പൊളിറ്റിക്സ്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യ. ഓക്കേ? ശരി.
നിങ്ങളാരാ? അതെന്റെ മകനാ. ആ ചെല്. അമ്മേ, എന്താ അമ്മ ഇതൊക്കെ? എന്റെ പൊന്നു മോനെ, എനിക്കിതൊന്നും അറിയില്ല. ഞാനിതൊന്നും ചെയ്തതല്ല. എടാ, എന്തുണ്ടെങ്കിലും ഞാൻ നിന്നോട് പറയുന്നതല്ലേ. ഞാൻ ഒരു അഴിമതിയും നടത്തിയിട്ടില്ല. ഒന്ന് ക്ലച്ച് പിടിച്ച് വരുന്നത് വരെ അഴിമതി ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. പിന്നെ ഈ പരീക്ഷ പേപ്പർ എങ്ങനെ ചോർന്നമ്മേ? ഇതെന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ അറിയാനാ? ഇതാരോ മനഃപൂർവ്വം എന്നെ ചതിച്ചതാ. അത് 100% ഉറപ്പാ. അമ്മയ്ക്ക് ആകെ ശത്രുക്കളുള്ളത് നമ്മുടെ വീട്ടിലുള്ളവരല്ലേ? അതെ. ആ രാജുവിനെ ഓഫീസിൽ കയറ്റിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ അവൻ എനിക്കിട്ട് എന്തെങ്കിലും വേല വയ്ക്കുമെന്ന്. പക്ഷേ അതിത്ര പെട്ടെന്ന് ചെയ്യുമെന്ന് കരുതിയില്ല. അത് അവരെല്ലാം ഒറ്റക്കെട്ട അമ്മേ. അതിലാ വാഴ ശേഖരനും യാമിനിയും ഒക്കെ പെടും. ശേഖരന് ആ വിധ ബുദ്ധിയൊന്നുമില്ല. ഇതേ അവനും അവളും കൂടി ചെയ്തതാ. ആ രാജുവും ഋതികയും. ഇതിനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്തായാലും അമ്മ സമാധാനായിട്ടിരിക്കെ. ആ DGP ഇവിടുന്ന് പോയിട്ടില്ലെന്നാ ഞാൻ അറിഞ്ഞത്. ഞാൻ അയാളോട്ടൊന്ന് സംസാരിക്കട്ടെ. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ അയാളോട് ചെന്ന് ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞേക്കരുത്. ഒടുവിൽ അയാൾ നിന്നെ പിടിച്ച് ഇതിനകത്തിടും. പിന്നെ ഒരു ആവശ്യത്തിന് ഒരാളുണ്ടാവില്ല. എന്നെ നിങ്ങളൊരു പമ്പര വിഡ്ഢിയായിട്ട് കാണല്ലേ. എനിക്കുണ്ടൊരു വ്യക്തിത്വം. ചുമ്മാതല്ല ഇവരെ കെണി വെച്ച് പിടികൂടുന്നത്. ഇവരുടെ ഒരു അഹങ്കാരം. സർ, ഞാൻ മന്ത്രി അംബികാവർമ്മയുടെ മകനാ. അമ്മയുടെ കാര്യം സംസാരിക്കാനാ വന്നത്. അംബികാവർമ്മയുടെ കേസ് ചെറിയ കേസൊന്നുമല്ല. ഈ സംസ്ഥാനം മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു കേസാണ്. സാർ, അത് അമ്മയ്ക്ക് മനഃപൂർവ്വം പറ്റിയ തെറ്റൊന്നുമല്ല. എങ്ങനെയായാലും തെറ്റുപറ്റിയില്ലേ? പ്രശ്നം സീരിയസ് ആണ്. റൂളിംഗ് പാർട്ടിക്ക് തന്നെ ചീത്തപ്പേരായി. അതിലുപരി പ്രതാപവർമ്മ സാറിനുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഇമേജ് നഷ്ടപ്പെട്ടില്ലേ? ഇന്നു മുതൽ കുറച്ചു കാലത്തേക്ക് മീഡിയയ്ക്ക് ഉത്സവമായി. പോലീസ് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാന്ന് വെച്ചാൽ മീഡിയക്കാരെ ഞങ്ങളെ വെറുതെ വിടില്ല. താനൊരു കാര്യം ചെയ്യ്, പുറത്തു നിൽക്ക്. ഞാൻ ചിലരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ശരി സാർ. ഇവരെ അങ്ങനെ ജാമ്യത്തിൽ വിട്ടാ അത് എനിക്ക് പണിയാണ്. ഇവര് മന്ത്രിപദം രാജിവെച്ചതിന് ശേഷം പുറത്തു വന്നാ മതി. ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷം.